ദീപാവലി കാലത്ത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ മാത്രം സർവീസ് നടത്തിയത് 34 സ്പെഷ്യൽ ട്രെയിനുകൾ. ഒക്ടോബർ 1 മുതൽ 22 വരെ 1.35 ലക്ഷം യാത്രക്കാരാണ് സ്പെഷ്യൽ ട്രെയിനുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. തിരുവനന്തപുരം ഡിവിഷനിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണം ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും DRM ദിവ്യകാന്ത് ചന്ദ്രാകർ ജനം ടിവിയോട് പറഞ്ഞു. ദീപാവലി കാലത്തെ കനത്ത തിരക്കിനെ നേരിടാൻ 34 സ്പെഷ്യൽ ട്രെയിനുകളാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ മാത്രം വിന്യസിച്ചത്. 92 തവണ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തി. ഒക്ടോബർ 1 മുതൽ 22 വരെ 1,35,032 യാത്രക്കാരാണ് സ്പെഷ്യൽ ട്രെയിനുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇതിനൊപ്പം 15ഓളം ട്രെയിനുകളിൽ അധികമായി കോച്ചുകൾ ഉൾപ്പെടുത്തി. കന്യാകുമാരി മുതൽ പശ്ചിമ ബംഗാളിലെ സന്ത്രാഗച്ചിലേക്കും ബീഹാറിലെ പട്നയിലേക്കും വരെ പ്രത്യേക സർവീസുകൾ നടത്തിയെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരം ഡിവിഷൻ operated 34 special trains during this Deepavali festive week from major stations in the division, benefiting over 45,000 reserved passengers. Between 1st October to 22nd October, a total of 1,35,032 passengers booked tickets in 92 trips of special trains, operated to and fro important station in Thiruvananthapuram division. RPFും റെയിൽവേ പോലീസും നേതൃത്വം നൽകുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു. 24 മണിക്കൂർ പരിശോധനയും CCTV സംവിധാനവും വാർ റൂമുകൾ കേന്ദ്രീകരിച്ചുള്ള ഏകോപനവുമെല്ലാം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ കാരണമായി. തിരുവനന്തപുരം ഡിവിഷനിൽ നിർമ്മാണം പൂർത്തിയാകാനുള്ള അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കും. Round the clock vigilance and safety measures including war rooms, CCTV surveillance and continuous RPF GRP monitoring ensured zero safety lapses and full control over passenger flow. കഴിഞ്ഞ 11 വർഷത്തിനിടെ സമാനതകളില്ലാത്ത റെയിൽവേ വികസനമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ, വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകൾ, ട്രാക്കുകളുടെ നവീകരണം എന്ന് തുടങ്ങി ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി അനുവദിച്ചത്. ജനം, തിരുവനന്തപുരം.